ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 83ാമത് ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത്. ശ്ലോകമൊന്ന് വായിക്കാം. ഉടയമിരിക്കും ഉദിക്കും ഒന്നു മാറി തുടരും, ഇതിങ്ങുടലിൻ സ്വഭാവമാകും. മുടിയിലിരുന്നറിയുന്നു മൂന്നും, ആത്മാവ് വിടരറും ഒന്നിതു ഏകനിർവികാരമാകും. ഒന്നിതു നിർവികാരമാകും. ഉടയും ഇരിക്കും ഉദിക്കും ഒന്നു മാറി തുടരും, ഇത് ഇങ്ങുടലിൻ സ്വഭാവമാകും. മുടിയിലിരുന്നറിയുന്നു മൂന്നും, ആത്മാവ് വിടരറും ഒന്ന് ഇത് നിർവികാരമാകും. അതായത് ഇതിൻ്റെ സാരം നശിച്ചു പോകുക, നിലനിൽക്കുക, ജനിക്കുക, ഒരു രൂപം മാറി വേറൊരു രൂപമാർജിച്ച് തുടരുക, ഈ പരിണാമഗതി ഉടലിൻ്റെ സ്വഭാവം, ശരീരത്തിൻ്റെ സ്വഭാവമാണ്, സഹജമാണ്. എന്നാൽ ആത്മാവാകട്ടെ ഈ മാറ്റങ്ങൾക്കതീതമായി വർത്തിച്ച് സൃഷ്ടിസ്ഥിതിലയം എന്നിവ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇടർച്ചയില്ലാതെ ആത്മാവ് ഏകം വികാരരഹിതവുമാണ്. നമുക്ക് ഈ ഒരു ശ്ലോകത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ്. നമുക്കിതിനെ ഒന്ന് വിശദമായി പഠിക്കാം. കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളായി ഗുരു പ്രപഞ്ചത്തെയും ആത്മാവിനെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തി. നാം ഉൾപ്രപഞ്ചത്തിലേക്ക് തിരിഞ്ഞാൽ താനും പ്രപഞ്ചവും ഒന്നാണെന്ന് ഗുരു ബോധിപ്പിച്ചു. ആത്മസൂര്യനെ തിരിച്ചറിയണമെന്നും പ്രാപഞ്ചിക വിഷയങ്ങളിൽ മുഴുകാതെ ആത്മസൂര്യനിൽ ലയിക്കണമെന്നും ഗുരു ബോധ്യപ്പെടുത്തി. പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഉണ്മയ്ക്ക് പ്രാധാന്യമുള്ളതായി നമുക്ക് തോന്നാറില്ല. എന്നാൽ താൻ ഇതിൻ്റെ എല്ലാം കാരണമാണെന്നറിയുന്നുമില്ല. മനുഷ്യന്റെ വിവേകം ഉപയോഗിച്ച് പ്രപഞ്ചത്തെ സംരക്ഷിക്കണമെന്ന്, ഇവിടെ ആവാസ വ്യവസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണെന്നും ബോധ്യമാവുകയാണ് വേണ്ടത്. എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിച്ച് മനുഷ്യൻ പ്രാപഞ്ചിക രഹസ്യത്തിലേക്ക് ഉയരാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ചം മനുഷ്യനെ ഏൽപ്പിച്ചത്. മനുഷ്യൻ ഇന്ന് തൻ്റെ ശാരീരിക സുഖത്തിന് മാത്രം വേണ്ടി പ്രപഞ്ചം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ച രഹസ്യം കണ്ടെത്തിയവർക്ക് മനസ്സിലായി ഞാൻ ആത്മാവാണെന്നും ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ച രഹസ്യമെന്നും മനസ്സിലാകും. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും പഞ്ചഭൂതാത്മകമാണ്. ഗുരു പറയുന്നു, ഉടയും ഇരിക്കും ഉദിക്കും ഒന്നു മാറി തുടരും, ഇത് ഇങ്ങുടലിൻ സ്വഭാവമാകും. ഉടയും നശിക്കും, ഇരിക്കും നിലനിൽക്കും അല്ലെങ്കിൽ വസിക്കും, ഉദിക്കും ഉണ്ടാകും. ഉണ്ടാകൽ, നിലനിൽക്കൽ, നശിക്കൽ, ഏതു വസ്തുവും ഉണ്ടായി നിലനിന്ന് നശിക്കും. ഒന്ന് മാറി തുടരും, ഒന്ന് മറ്റൊന്നായി രൂപാന്തരപ്പെടും. പരിണാമം പ്രാപഞ്ചിക വസ്തുക്കളുടെ പൊതു സ്വഭാവമാണ്. എൻ്റെ ശരീരം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ മാറ്റം സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതിങ്ങുടലിൻ സ്വഭാവമാകും. മാറ്റം എന്നത് ശരീരത്തിൻ്റെ, ഉടലിൻ്റെ സ്വഭാവമാണ്. പ്രപഞ്ചത്തിലെ സകല വസ്തുക്കൾക്കും മാറ്റം എന്നത് പൊതു സ്വഭാവമാണ്. എന്നാൽ നമ്മുടെ ഉണ്മയ്ക്ക് ഒരു മാറ്റവുമില്ല. പ്രായം കൂടുന്നതിനനുസരിച്ച് അകത്തിന് മാറ്റമില്ല. 78ാമത്തെ ശ്ലോകത്തിൽ ഗുരു പറഞ്ഞു, മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വുമില്ല എന്ന് പറഞ്ഞത് ആത്മാവിനെ കുറിച്ചാണ്. എന്നാൽ 83ാമത് ഈ ശ്ലോകത്തിൽ ഉടയും ഇരിക്കും ഉദിക്കും ഒന്നു മാറി തുടരും, ഇത് ഇങ്ങുടലിൻ സ്വഭാവമാണ്. ഇത് നമ്മുടെ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്. ഉണ്ടാകൽ, നിലനിൽക്കൽ, നാശം പ്രാപഞ്ചിക വസ്തുക്കളുടെ പൊതു സ്വഭാവമാണെന്ന്
അറിയുക. മാറ്റമാണ് പ്രപഞ്ച പ്രതിഭാസത്തിൻ്റെ പൊതു സ്വഭാവം. എന്നാൽ ആത്മാവിന് മാറ്റമില്ല. ആത്മാവ് നിർവികാരമാണ്. ആത്മാവിനെ പേറുന്ന ശരീരത്തിന് നാശമുണ്ട്. ശരീരം മാറ്റത്തിന് വിധേയമാണ്. മുടിയിലിരുന്നറിയുന്നു മൂന്നും. മുടിയിലിരുന്നറിയുന്നു മൂന്നും എന്ന് പറഞ്ഞാൽ ഈ ആത്മാവാകട്ടെ നാം ഈ മാറ്റങ്ങൾക്കതീതമായി വർദ്ധിച്ച് സൃഷ്ടി, സ്ഥിതി, ലയം എന്നിവ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് ഈ പ്രപഞ്ചരഹസ്യം അറിയുന്നവന് മാത്രം അറിയുന്നു. അതായത് മുകളിലിരുന്നറിയുന്നു. മുടിയിലിരുന്നറിയുക, മുകളിലിരുന്നറിയുക. മുകളിലിരുന്നറിയുന്നു മൂന്നും. മുകളിലിരുന്നാലേ ഇതറിയാൻ പറ്റൂ. നമ്മുടെ തലത്തിൽ ഉപരിയായി ഇരുന്നാലേ പ്രപഞ്ചത്തിന് മുകളിൽ ഇരുന്ന് കാണുന്നു. നാം ഗുരുവിനോട് ചേർന്ന് ഗുരുവിനെ അറിയാൻ ശ്രമിക്കാം. ഗുരു മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി മനുഷ്യ കുഞ്ഞായി ജനിച്ചതാണ് നാരായണ ഗുരു. മനുഷ്യനായി ജനിച്ച് വികസിച്ച് അനന്തബോധത്തിലെത്തിയതാണ് നാരായണ ഗുരു. മനുഷ്യന് മാത്രമേ ദൈവമാകാൻ പറ്റൂ. ശ്രീനാരായണ ഗുരു മനുഷ്യനായി ജനിച്ച് ജീവിച്ച് അറിവിൻ്റെ വികാസത്തിലെത്തി ദൈവമായി ഉയർന്നതാണ്. മനുഷ്യത്വത്തിൻ്റെ പുരോഗതിയിൽ ഉയർന്ന് ദൈവീകതയിൽ എത്തി ഗുരു പൂർണ്ണനായി. പൂർണ്ണ മനുഷ്യനാണ് ദൈവം. ശ്രീനാരായണ ഗുരു പൂർണ്ണനാണ്. മുടിയിലിരുന്നു കൊണ്ട്, അതുകൊണ്ട് മുകളിലിരുന്നും കൊണ്ട്, പ്രപഞ്ചത്തിന് അതീതമായിരുന്നും കൊണ്ട് ഗുരുവിനെ ഇതറിയാൻ പറ്റി. മുടിയിലിരുന്നു കൊണ്ട് അറിയുന്നു മൂന്നും. പൂർണ്ണനായ ഗുരു സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്കതീതനായിരുന്ന് അറിയുന്നു. ആത്മാവ് വിടരറും വിടവില്ലാതെ ഒന്നായി. വിടരറും ഒന്ന്, ഇത് നിർവികാരമാകും. ഒന്ന്, ഇത് നിർവികാര രൂപം. ആത്മാവ് വിടരറ്റതാണ്, വിള്ളലില്ലാത്തതാണ്, ഒന്നാണ്, നിർവികാര രൂപമാണ്, ഒരു വികാരവുമില്ലാത്തതാണ്. ആത്മാവ് സൃഷ്ടിസ്ഥിതി വികാരങ്ങൾക്കതീതമാണ്, ഒന്നാണ്, നിർവികാരമാണ്, ഇളക്കമില്ലാത്തതാണ്. ഗുരു ഈ ശ്ലോകത്തിൽ ആത്മാവിൻ്റെ സ്വഭാവവും ഉടലിൻ്റെ സ്വഭാവവും വ്യക്തമാക്കുന്നു. ഉടൽ ഉടയും, ഇരിക്കും, ഉദിക്കും. ഇത് ഉടലിൻ്റെ സ്വഭാവം. ആത്മാവ് വിടരറുന്നതാണ്, ഒന്നാണ്, നിർവികാര സ്വഭാവമാണ്. നമുക്ക് നമ്മുടെ ആത്മാവും ഉടലിനെയും കുറിച്ച് പഠിക്കാം. ഉടലുണ്ടെങ്കിൽ മാത്രമേ ആത്മാവിന് ക്രിയാത്മകമാകാൻ പറ്റൂ. അതുപോലെ ആത്മാവുണ്ടെങ്കിലേ ഉടലിനും ക്രിയാത്മകമാകാൻ പറ്റൂ. ആത്മാവിൻ്റെയും ഉടലിൻ്റെയും പൂരകത്വം നമ്മെ സജീവമാക്കുന്നു. ഇതിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ, ബോധ്യപ്പെടാൻ ഗുരുകൃപ ഉണ്ടാകട്ടെ. നമഃശിവായ. ഹരി ഓം.